ലാസിയെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ഒരു ചെറിയ യാത്ര പോകാനുള്ള തയ്യാറെടുപ്പിലാണ് രാവിലെ തന്നെ. ഞാനും ഭാര്യയും ലാസിയും ഞങ്ങൾ 3 പേരും ബൈക്കിൽ യാത്ര പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള ഒരുക്കത്തിലാണ്. മറ്റു 2 മക്കളെയും അറിയിക്കാതെ ഇവനെ മാത്രം കൂട്ടിയിട്ടുള്ള യാത്രയാണ്. അവർ 2 പേരും നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്നും യാത്ര പുറപ്പെട്ടു. ഇപ്പോൾ സമയം രാവിലെ 7 മണി. പുലർച്ചെ ബുള്ളറ്റിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് നല്ല രസമാണ്. നല്ല കാലാവസ്ഥ. ഇത് കൂട്ടുപുഴ പാലം. ഇവിടെ നിന്ന് കർണാടക ആരംഭിച്ചു. നല്ല റോഡായിരുന്നു, വളരെ നല്ല റോഡായിട്ടാണ് തോന്നിയത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ റോഡിൻ്റെ അവസ്ഥയൊക്കെ മാറി. അത് നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. വളരെ പരിതാപകരമായ റോഡായിട്ട് മാറുന്നുണ്ട്. ഇതൊക്കെ നല്ല റോഡായിരുന്നു. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം, നല്ല ശുദ്ധവായു ശ്വസിച്ചുകൊണ്ടുള്ള യാത്ര, രാവിലെ തന്നെയുള്ള യാത്ര ഒരു നല്ലൊരു വൈബായിരുന്നു. ഒരു 3-4 കിലോമീറ്റർ മാത്രമേ ആ നല്ല റോഡ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അങ്ങോട്ട് റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. കുണ്ടും കുഴിയും നിറഞ്ഞ് വണ്ടികളൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് യാത്ര പോകുന്നത്. കണ്ടോ, നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു. ചുരമിറങ്ങി വരുന്ന വാഹനങ്ങൾ, റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. ടാറിങ്ങിനുള്ള പരിപാടിയൊക്കെ നടത്തി വെക്കുന്നുണ്ടെന്നാണ് തോന്നുന്നേ. എന്നിരുന്നാലും വളരെ ബുദ്ധിമുട്ടത് തന്നെ യാത്ര. കുലുങ്ങി ചെരിഞ്ഞുകൊണ്ടുള്ള യാത്ര വളരെ ബുദ്ധിമുട്ടാണ്. റോഡിൽ എത്രയാ കുരങ്ങന്മാർ നിൽക്കുന്നുണ്ടോ. നടു റോഡിലാണ് ഇവരുടെ നൃത്തം. യാത്രക്കാരിൽ നിന്ന് കിട്ടുന്ന പഴങ്ങളും മറ്റുള്ള ഭക്ഷണത്തിനും വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് അവർ. ചുരമിറങ്ങിയതിന് ശേഷം ഈ കാണുന്ന ഹോട്ടലിലാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയത്. കൂർഗ് ഗേറ്റ് എന്നുള്ള ഹോട്ടൽ. വളരെ നല്ല ഫുഡാണ് ഇവിടുത്തെ ഫുഡ്. ഒരുപാട് രാവിലെ തന്നെ ഇപ്പോൾ സമയം ഏകദേശം 8-8:30 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് തന്നെ ഒരുപാട് വാഹനങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. പാർക്ക് ചെയ്തപ്പോൾ കണ്ട കാഴ്ചയാണ്. ഒരാൾ നോക്കിയേ, ഒരു പൂച്ചക്കുട്ടിയെ ബാഗിലാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. അവരുടെ കൂടെ പൂച്ചക്കുട്ടിയെയും എവിടത്തേക്കോ യാത്ര കൊണ്ടുപോവുകയാണ്. എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. നല്ല ബാഗിലാക്കിയിട്ട് പൂച്ചക്കുട്ടിയെ അവർ കൊണ്ടുവന്നിരിക്കുകയാണ്. ലാസി ഈ കാഴ്ച കുറേ സമയം ഇങ്ങനെ നോക്കി നിന്നു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഹോട്ടലിലേക്ക്. രാവിലെ 8:30 മണി ആയതേ ഉള്ളൂ. പക്ഷേ ഹോട്ടലിൻ്റെ സീറ്റുകൾ മുഴുവൻ ഫുള്ളാണ്. ഒരുപാട് സീറ്റുകളുള്ള ഹോട്ടലാണ്, പക്ഷെ എല്ലാം ഫുള്ളാണ്. ഇവിടെ ഒരാളിങ്ങനെ വരുന്നവർക്ക് വേണ്ടി സീറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചു വെക്കുകയാണ്. ഒരു 15 മിനിറ്റിൻ്റെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്കും സീറ്റ് കിട്ടി. ഞങ്ങളവിടെ ഇരുന്നു. ലാസിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ശേഷം ലാസി വീഡിയോ കോൾ ചെയ്തിട്ട് അവൻ്റെ ഏട്ടന് അവിടെയുള്ള ടോയ്സൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. കണ്ട, ഇങ്ങനെ എല്ലാം കാണിച്ചു കൊടുക്കുകയാണ് ടോയ്സ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് യാത്ര തുടർന്നു. അങ്ങനെ ഞങ്ങളിതാ വീരാജപേട്ട ടൗണിലേക്ക് കടക്കുകയാണ്. ഏകദേശം സമയം 10 മണി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞങ്ങളൊരു റിലേറ്റീവിൻ്റെ വീട്ടിൽ കയറി. അവിടെ നിന്ന് അവരുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് യാത്ര.
വീരാജ്പേട്ട ടൗണിലടുത്ത് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട്. അതിലൊരു റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ കയറിയപ്പോൾ ആദ്യം അവിടുത്തെ ഷെൽഫ് മുഴുവൻ തുറന്ന് അതിലുള്ള മുഴുവൻ ടോയ്സുകളും എടുത്തിട്ട് ഉണ്ടാക്കുന്ന പണിയാണ്. ആ വീട്ടിലുള്ള നമ്മുടെ റിലേറ്റീവ്സിൻ്റെ കുട്ടികളുടെ ടോയ്സാണ് ഇവന് എടുത്ത് കളിക്കുന്നതൊക്കെ. അവർ രണ്ടുപേരും മദ്രസയിൽ പോയിരിക്കുകയാണ്. ആ സമയത്താണ് ഈ കളി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും മദ്രസ വിട്ട് വന്നു. പിന്നെ അവരുടെ കൂടെയായി കളി. നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു അവിടെ. അതിലാണ് ഇപ്പോൾ അവൻ്റെ കസർത്ത്. പഠിപ്പിച്ചു കൊടുക്കുകയാണ് മറ്റവൻ ഇവനിക്ക്. കുറച്ച് സമയം അവിടെ നിന്നതിന് ശേഷം അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് റിലേറ്റീവ്സ് ഈ വീരാജ്പേട്ടയിലുണ്ട്. എങ്കിലും എല്ലാ സ്ഥലത്തൊന്നും പോകാൻ പറ്റൂല. എങ്കിലും 1-2 സ്ഥലത്ത് പോകാമെന്ന് കരുതി ഇറങ്ങി. അടുത്തതായി കോണിക്കുപ്പ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് വീരാജ്പേട്ടയിൽ നിന്ന് ഏകദേശം ഒരു 15-20 കിലോമീറ്ററിൻ്റെ ഇടയിലാണ് അവിടത്തേക്കുള്ളത് എന്നറിയാൻ കഴിഞ്ഞു. അങ്ങനെ അവിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കോണിക്കുപ്പയിലുള്ള റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയി അവിടെ അല്പസമയം അവിടെയൊക്കെ ചിലവഴിച്ച് വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് ഞങ്ങൾ ഏകദേശം സന്ധ്യയോടടുത്തപ്പോൾ നാട്ടിലേക്ക് തിരിച്ചെത്തി. വളരെ നല്ല യാത്രയായിരുന്നു ഇന്നത്തെ ദിവസം. ഓക്കെ, സീ യു.